ഹലോ ഫ്രണ്ട്സ്, വാണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കോട്ടയത്താണ് കേട്ടോ. ഏറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ യാത്രയുടെ അവസാനം പുതിയൊരു യാത്രയുടെ തുടക്കമാണെന്ന്. അങ്ങനെ ഒരു യാത്രയുടെ അവസാനം പ്ലാൻ ചെയ്ത ഒരു യാത്രയുടെ തുടക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അതാ നമുക്കുള്ള ട്രെയിനാണ് വരുന്നത്. യാത്ര നോർത്ത് സൈഡിലേക്കാണ്. കാടും കാട്ടിലെ കാഴ്ചകളും തേടിയുള്ള യാത്രകളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നിട്ട വഴികളിലൂടെ ഒരിക്കൽ കൂടി എന്നോണമെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ യാത്ര ജലാനയിലേക്കും രന്തംപൂറിലേക്കും ഗീർ നാഷണൽ പാർക്കിലേക്കുമാണ്. ഈ ഒരു യാത്രയിൽ ഞാൻ തനിച്ചല്ല കേട്ടോ. എന്നോടൊപ്പം രന്തംപൂറിലെ കടുവകളെ കാണാൻ, ജലാനയിലെ പുലിക്കുട്ടന്മാരെ കാണാൻ, ഗീറിലെ സിംഹരാജാക്കന്മാരെ കാണാൻ കാടിനെ ഇഷ്ടപ്പെടുന്ന 11 ആളുകളുണ്ട്. ഈ ഒരു യാത്രയിൽ ശരത്തിനൊപ്പം ചേരുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ട്രെയിൻ എറണാകുളത്തെത്തിയപ്പോൾ യാത്രയാക്കുവാൻ അവനും ഉണ്ടായിരുന്നു. ഇനി ഈ യാത്രയിലേക്കൊപ്പം ചേരുവാൻ ഒരാൾ കൂടിയുണ്ട്. ഡോട്ട് ഗ്രീനിലെ ബിബിൻ ചേട്ടൻ. ബിബിൻ ചേട്ടൻ അഹമ്മദാബാദിൽ നിന്നുമാണ് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര കുഴപ്പമില്ല, ഈസി ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് സാറേട്ടാ, ട്രെയിനിൽ നമുക്ക് ഇറങ്ങി തീർക്കാം. അതെ അതെ. ട്രെയിൻ യാത്രകൾ എന്നും ഒരു അനുഭൂതിയാണ്. ഒരേ മൈൻഡ് സെറ്റുള്ളവർ കുറേയധികം ദൂരം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ദാ ഈ കാണുന്നവരൊക്കെയാണ് കേട്ടോ ഈ തവണ ബിഗ് ക്യാറ്റ് ഹണ്ടിനായി ഞങ്ങളോടൊപ്പം പോരുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്നും തുടങ്ങിയ യാത്ര വെരാവല്ലിലെത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ ഗീറിലേക്കാണ് സിംഹങ്ങളെ കാണുക. ഈ ഒരു വീഡിയോയിൽ ഗിറിലെ സിംഹങ്ങളുടെ വിശേഷങ്ങളല്ല കേട്ടോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ദാ ഈ പോകുന്ന രന്തംപൂറിലെ കടുവക്കുട്ടൻ്റേതുമല്ല, ജലാനയിലെ റാണ എന്ന പുള്ളിപ്പുലിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 2 ജിപ്സികളിലായിട്ടാണ് യാത്ര. രാജസ്ഥാനിലെ പിങ്ക് സിറ്റിയും ബ്ലൂ സിറ്റിയും ഹവാമഹലും ഒക്കെ നാം എത്രയോ തവണ കേട്ടുമറന്ന സ്ഥലങ്ങളാണല്ലേ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിൽ പുള്ളിപ്പുലികൾക്ക് വേണ്ടി മാത്രമായൊരു സാങ്ച്വറി ഉണ്ട്, ജലാന ലെപ്പേഡ് സാങ്ച്വറി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചേർന്ന ആരവല്ലി പർവ്വതനിരകളുടെ താഴ്വരയിൽ വെറും 20 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളൊരു കുഞ്ഞു സാങ്ച്വറി. ഇരുളിനെ വകഞ്ഞുമാറ്റി സൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ദൂരെയായി കാണുന്ന ടവറിൽ മയിലുകളാണ് കൂട്ടം കൂട്ടമായി ഇരിക്കുന്നത്. എന്ത് രസമുള്ള കാഴ്ചയാണെന്ന്. ആദ്യ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ID വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം മാത്രമേ സാങ്ച്വറിയുടെ അകത്തേക്ക് നമ്മളെ കടത്തിവിടുള്ളൂ. ആദ്യമായാണ് ഒരിടത്ത് ID വെരിഫിക്കേഷൻ ചെയ്ത് കാണുന്നത്. അങ്ങനെ ഓരോരുത്തരുടെയും ID നോക്കിയ ശേഷം പതിയെ അകത്തേക്ക്. ആരവല്ലി പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു പ്രദേശം ശരിക്കും വരണ്ട ഇലപൊഴിയും കാടുകളാണ്. എല്ലാ സീസണിലും ഈ ഒരു വനം ഏകദേശം ഇതേ രൂപത്തിൽ തന്നെ ആയിരിക്കും. ജലാനയിലെ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ബ്ലൂ ബുൾ, നീലക്കാളകൾ അല്ലെങ്കിൽ നീൽഗൈ. മാൻവർഗത്തിലെ ഏറ്റവും വലിപ്പമേറിയവരാണിവർ. നോർത്ത് ഇന്ത്യയിൽ ഇവരെ കാട്ടിലും നാട്ടിലുമൊക്കെ ധാരാളമായി കണ്ടുവരാറുണ്ട്. ഇവരെപ്പോഴും കൂട്ടമായി നടക്കുന്നവരാണ്. ചില സമയങ്ങളിൽ മെയിലിനെ ഒറ്റയ്ക്കും കാണാൻ കേട്ടോ. ഇവയിലെ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുവാൻ എളുപ്പമാണ്. ദാ ഈ പോകുന്നത് കൂട്ടത്തിലെ ഫീമെയിലാണ്. മാനിനോടും പ്ലാവിനോടും സാദൃശ്യം തോന്നുന്ന കളറും രൂപവും. ഇത് മെയിലാണ്. കറുപ്പിൽ നീല കലർന്ന കളറാണ് ഇവയ്ക്ക്. ഒപ്പം കൊമ്പുകളുമുണ്ടാവും.
ഫീമെയിൽസിന് കൊമ്പുകൾ ഉണ്ടാവാറില്ല. ഇതൊരു നീൽഗൈയുടെ കുട്ടിയാണ്. ഇവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മാനുവായിട്ടുള്ള സാദൃശ്യം പെട്ടെന്ന് മനസ്സിലാകും. ഗ്രേ ഫ്രാങ്കുളി നമ്മുടെ കോഴിയുമായി ചെറിയൊരു സാമ്യം തോന്നുന്ന പക്ഷിയാണ്. വരണ്ട പ്രദേശങ്ങളിലാണ് കേട്ടോ ഇവയെ കൂടുതലും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഇവയെ കാണാറില്ല. ഇവയെപ്പോഴും കൂട്ടമായിട്ടോ അല്ലെങ്കിൽ ഇണയുമായിട്ടോ ആയിരിക്കും കേട്ടോ നടക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും തുറക്കുന്ന നോർത്ത് ഇന്ത്യയിലെ ഏക സാങ്ച്വറിയാണ് കേട്ടോ ജലാന. വരണ്ട ഇലപൊഴിയും കാടുകളായതുകൊണ്ട് തന്നെ ഏതൊരു സമയത്ത് എവിടെ എത്തിയാലും കാട് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കാട് കാണാനും പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോഴേക്കും ഡ്രൈവറിന് കോളെത്തി. താഴെ എവിടെയോ ലെപ്പേഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ രൂപവും ഭാവവും മാറി. എന്താ ഒരു പോക്ക്! ആദ്യത്തെ സൈറ്റിങ്ങിൻ്റെ ആകാംക്ഷയിലാണ് ഞങ്ങൾ. ക്യാമറയൊക്കെ എടുത്ത് റെഡിയായിരുന്നു. ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ അടിപൊളിയാണ് കേട്ടോ. മാക്സിമം അവർ സൈറ്റിങ് കാണിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ദാണ്ടെ നമ്മൾ തേടി വന്ന ആൾ കിടക്കുന്നു. റാണയെന്നാണ് മൂപ്പരുടെ പേര്. ഇവിടുത്തെ ഫേമസ് ആളാണ് കേട്ടോ. കരിഞ്ഞ കുറ്റിച്ചെടികൾക്കിടയിലാണ് കിടക്കുന്നതെങ്കിലും മേളിലേക്ക് നല്ല തണൽ മരമാണ്. ആസ്വദിച്ചുറങ്ങുവാണ് ആൾ. കുറേയധികം വണ്ടികൾ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പുള്ളിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. സ്വസ്ഥമായിട്ടുള്ള ഉറക്കം. അതിനിടയ്ക്ക് അതിലേ പോയൊരു മയിൽ ആളുടെ ഉറക്കത്തെ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്തു. മയിൽ അപ്പം തന്നെ ജീവനും കൊണ്ട് ഓടി കേട്ടോ. ആൾ ചെറുതായിട്ടൊന്ന് എണീറ്റ് പതിയെ തിരിഞ്ഞു കിടന്നു. പുള്ളി എണീക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും ആൾ എണീക്കുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ. ദാ ഈ കാണുന്നവരൊക്കെ അവനൊന്ന് എണീക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുവാണ്. ഡോട്ട് ഗ്രീനും ടീമും പിന്നെ വേറെ കുറേ ആൾക്കാർ. ഇതിനിടയ്ക്കൊക്കെ മലയാളികളും ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് ആൾ പതിയെ ഒന്ന് തലയൊക്കെ പൊക്കി നോക്കി ദേഹമൊക്കെ ഒന്ന് നക്കി തുടച്ച് ഇപ്പം എണീക്കുമെന്നൊരു ഭാവമൊക്കെ തന്നിട്ട് ആൾ വീണ്ടും കിടക്കുവാണ്. ഇവൻ ഈ പരിപാടി തുടങ്ങിയിട്ട് നേരം കുറേയായി. നമ്മുടെ സഫാരി തുടങ്ങി ഏകദേശം 15 മിനിറ്റിനുള്ളിൽ ആളെ സ്പോട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞു. 2.5 മുതൽ 3 മണിക്കൂർ വരെയാണ് സഫാരി ടൈം വരുന്നത്. ഒട്ടുമിക്ക ആളുകളും ഇവനെ കണ്ട് അടുത്ത കാഴ്ച തേടിപ്പോയി. പക്ഷേ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇവൻ്റെ ഒരു മജസ്റ്റിക് വാക്കെങ്കിലും കിട്ടണ്ടേ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ആൾ എണീക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. മൂട്ടിൽ വെയിലടിച്ചിട്ടും എണീറ്റ് പോകാത്തതിൻ്റെ പേരിൽ മലയാളത്തിൽ കുറേയധികം ചീത്ത കേട്ട ലോകത്തിലെ ആദ്യ ലെപ്പേഡായിരിക്കും കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ ഭാവമൊന്നും ആളുടെ മുഖത്ത് കാണുന്നില്ല. എനിക്ക് തോന്നുമ്പോഴേ എണീക്കുള്ളട എന്ന മട്ടിലാണ്. ഫൈനലി ഗോയ്ക്ക് എന്താ സൈസാണ്. ഇവനിവിടുത്തെ രാജാവ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേയധികം കാത്തിരുന്ന ശേഷമാണ് ആളുടെ ഈ ഒരു മജസ്റ്റിക് വാക്ക് കിട്ടിയത്. ആദ്യമേ ഇവൻ പതിയെ കാടിനുള്ളിലേക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നൊരു സീനാണ് കേട്ടോ. പക്ഷെ അധികം നിന്നില്ല. വീണ്ടും അവൻ പതിയെ കാടിനുള്ളിലേക്ക് കയറി മറഞ്ഞു. എങ്കിലും കാത്തിരുന്നതിന് ആ ഒരു അർത്ഥമുണ്ടായി കേട്ടോ. പതിയെ പതിയെ അവൻ കാട്ടിൽ മറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ബഹുരസമാണ്. ഓരോരുത്തരുടെയും കസ്റ്റമറിനെ നല്ല രീതിയിൽ സൈറ്റിങ്സ് കൊടുക്കാനായിട്ട് ഡ്രൈവർമാർ കടന്ന് പരാക്രമം കാണിച്ചപ്പോൾ എത്രമാത്രം കൂട്ടിയിടികൾ ഇവിടെ നടന്നെന്നറിയുമോ. എന്താണേലും എല്ലാ ഡ്രൈവർമാരും അവരവരുടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ സഫാരി അധിക ദൂരം സഞ്ചരിക്കാതെ നല്ലൊരു സൈറ്റിങ്ങുമായിട്ടാണ് തിരികെ മടങ്ങിയത്.
ഇനി ഉച്ച കഴിഞ്ഞുള്ള സഫാരിയാണ്. ദാ ഈ കാണുന്നത് പവിഴക്കാലി എന്ന് പറയുന്ന പക്ഷിയാണ്. എത്ര മനോഹരമായിട്ടാണ് അവൻ തൻ്റെ ഇരയെ വെള്ളത്തിൽ നിന്ന് പിടിക്കുന്നതെന്ന് നോക്കി. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാനായിട്ട്. ഇവിടെ മൃഗങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പക്ഷികളുടെ കേന്ദ്രം കൂടിയാണ്. ബേഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. പറഞ്ഞു തീർന്നില്ല, ദാണ്ടിരിക്കുന്നു ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ. അവൻ്റെ തൊട്ടടുത്ത് അവൻ്റെ പെയറുമുണ്ട് കേട്ടോ. വേഴാമ്പലുകളെ എപ്പോഴും തൻ്റെ ഇണയുമായിട്ടായിരിക്കും കാണപ്പെടാറുള്ളത്. നമ്മുടെ കോഴി വേഴാമ്പലുകളെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവയുടെ തൂവലുകൾ കംപ്ലീറ്റ് ചാര നിറത്തിലായിരിക്കും. അതുപോലെ തന്നെ കൊക്കിൻ്റെ മുകൾ ഭാഗത്ത് തൊപ്പി പോലൊരു ഭാഗവും ഇവർക്കുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള സഫാരി തുടങ്ങി. ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ്. ഇനിയും നമുക്ക് ലെപ്പേഡ്സിനെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നെയിൽ ഗൈസിലെ മെയിലുകളെ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് കാണാൻ സാധിക്കുമെന്ന്. ദാണ്ട് പോകുന്ന ഒരാൾ താഴെ ചെറിയൊരു തടാകം പോലുണ്ട് കേട്ടോ. തൊട്ടു മുമ്പ് കണ്ട പവിഴക്കാലി മീൻ പിടിച്ചത് സെയിം തടാകം തന്നെ. അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാൻ പോകുന്നതാവാം. നമ്മുടെ കാടുകളിലെ ഒറ്റയാൻ കാട്ടുപോത്തില്ലേ, അതുപോലൊക്കെ തന്നെയാണ്. സ്വന്തമായി നടന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് പതിയെ വീണ്ടും ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചെന്നു ചേരുന്നു. അങ്ങനെ നീൽഗയ്യെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡ്രൈവറിന് കോൾ വന്നത്. ലെപ്പേഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂഴിയൊക്കെ പറപ്പിച്ചുകൊണ്ട് ഓരോ ഒന്നൊന്നര പോക്കായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ പുലിക്കായിട്ടുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ്. തൊട്ടടുത്തൊരു കോട്ടയുണ്ട്, പുലി അതിനുള്ളിലാണ്. അവിടെ നിന്ന് ആളിനി ഇറങ്ങി വരണം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഒട്ടുമിക്ക ജിപ്സികളും ഇതാ ഇവിടെ ഹാജരായിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ബാച്ച് എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് കേട്ടോ റെഡായത് ലെപ്പേഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്താണേലും എല്ലാവരും ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ്. ഈ മുഖമൊക്കെ കണ്ടു. നേരെ മുമ്പിൽ കാണുന്ന ആ കുളത്തിൻ്റെ അങ്ങേ സൈഡിൽ പുലി വന്ന് കിടപ്പുണ്ട്. ഇനി അവൻ അവിടെ നിന്ന് എണീറ്റ് വരണം. വീണ്ടും റാണ തന്നെ. അപ്പോൾ ഇന്നത്തെ സഫാരിയുടെ കാര്യവും ഏകദേശം തീരുമാനമായി. അങ്ങനെ ഏറെ നേരത്തിന് ശേഷം ആളൊന്ന് തലമുക്കി നോക്കിയപ്പോൾ ഞങ്ങളിതാ ക്യാമറയൊക്കെ ആയിട്ട് തൊട്ട് മുമ്പിൽ. എന്നെ കാട്ടുമുത്തപ്പോൾ വീണ്ടും മല്ലൂസ് എന്ന പാവത്തിൽ ആൾ പതിയെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീണ്ടും. അങ്ങനെ ഇന്ന് ഇവനെ കണ്ട് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ. പറഞ്ഞു തീർന്നില്ല, അതാണ്ട് ആള് കിടന്നു. റാണയിനി ഈ ജന്മത്തിനയിക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്തയിലിതാ നമ്മുടെ ടീം വേറെ പുലികളെ തപ്പി ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. എന്താണേലും ഞങ്ങളിതാ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. റാണ എണീറ്റിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ഏറെ നേരത്തിന് ശേഷം ആള് പതിയെ ഒന്ന് ഉന്മേഷവാനൊക്കെ ആയിട്ട് എണീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പണിപാടും 400mm സൂമിലാണ് ഈ ഒരു മജസ്റ്റിക് വാക്കിന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷേക്ക് ആകും എന്നുള്ളത് കൊണ്ടാണ് പണിപാളും എന്ന് പറഞ്ഞത്. എങ്കിലും 400mm സൂമിൽ തന്നെ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവൻ്റെ ആ വരവ് കണ്ടോ, എന്ത് രാജകീയമാണല്ലേ. കടുവയെ തോൽപ്പിക്കുന്നൊരു ശാരീരിക ഭംഗി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ്. എന്ത് ഭംഗിയായിരുന്നല്ലേ അവൻ്റെ ആ വരവ് കാണാനായിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ തൊട്ട് മുമ്പിലുള്ള കുളത്തിൽ വെള്ളമുണ്ടായിരുന്നില്ല. അവൻ അങ്ങോട്ടേക്ക് നടന്നു വന്നത് വെള്ളം കുടിക്കാനാണ്. വെള്ളമില്ല എന്ന് അവന് മനസ്സിലായപ്പോൾ പതിയെ അവൻ അവിടെ നിന്നും
തിരിച്ചു പോകാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോഴാണ് ഡ്രൈവർ ചേട്ടൻ ഒരു കാര്യം പറയുന്നത്. ഇവനൊരു കില്ല് താഴെ നടത്തിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇനി അവൻ നേരെ അങ്ങോട്ടേക്കായിരിക്കും പോവുക, അതല്ല എങ്കിൽ തൊട്ടടുത്ത കുളത്തിൽ വെള്ളം കുടിക്കാനായിട്ട്. രണ്ടിടത്തോട്ടാണെങ്കിലും നമുക്കിവനെ വീണ്ടും അവിടെ വെച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ദാ ഇവൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. കിടക്കട അവിടെ. ഇവിടുത്തെ ഡ്രൈവർമാരൊക്കെ എത്രമാത്രം ഇവരുടെ മൂവ്മെൻറ്റിനെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. ദാ പറഞ്ഞ വഴിയെ തന്നെ അയാൾ ഇറങ്ങി വരുന്നുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഹാജരായി കേട്ടോ. തൊട്ടടുത്തായി വീണ്ടും വീണ്ടും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ദാ പതിയെ നേരെ അവൻ്റെ കില്ലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. എന്താണേലും നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണേലും കുറേ അധികം സമയം ദാ ഇവരെ ഇതുപോലെ കാണാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കുന്നിറങ്ങി ആളിങ്ങി താഴെ വന്നപ്പോഴത്തേനും അവിടെ നിന്ന് കുറേ അധികം മയിലുകൾ അവൻ്റെ വട്ടം കൂടിയൊരു കാഴ്ചയാണിത്. അതൊക്കെ ഫ്രെയിമിലൊരു പുലിയും കുറേ മയിലുകളും. അവർ അലാങ്കോളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവനെ കണ്ട് പേടിച്ചിട്ട് ഇവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് നോക്കുവാണ്. പക്ഷേ ആള് ഹണ്ടിങ്ങിനുള്ള മോഡിലൊന്നുമല്ല. ഓൾറെഡി ഒരു കില്ല് നടത്തിയിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ്. ഈ പോക്കിനിടയ്ക്ക് ഇതാ അവൻ ടെറിട്ടറി എന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ റാണ എന്ന പുള്ളിപ്പുലി സ്വന്തം അച്ഛൻ പുലിയെ അറ്റാക്ക് ചെയ്തിട്ട് ടെറിട്ടറി കൈയടക്കിയ ഒരാളാണ് കേട്ടോ. ശരിക്കും നല്ല ഗാംഭീര്യമുള്ളൊരു പുലി തന്നെയാണ് ആൾ. അച്ഛൻ പുലിയുമായിട്ടുള്ള അറ്റാക്കിൽ റാണയുടെ മുഖത്ത് നല്ല രീതിയിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പാടുകൾ ഇപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ശരിക്കും ഇവിടെയുള്ള മറ്റ് കടുവകളൊക്കെ ഷൈയാണ്. പക്ഷേ ഇവൻ മാത്രം വണ്ടി കണ്ടാലൊന്നും അങ്ങനെ ഓടിപ്പോകത്തില്ലെന്നാണ് ഇവിടുത്തെ ഡ്രൈവർമാർ പറയുന്നത്. അത്രയ്ക്ക് ബോൾഡാണ്. ലൈഫിൽ ഇതുവരെ സിംഹവും കടുവയുമൊക്കെ സവാരി വാഹനങ്ങൾക്ക് ക്രോസ് ചെയ്തു പോകുന്നത് നേരിട്ട് കാണുവാനിടയായിട്ടുണ്ട്. ഇപ്പോഴിതാ ബിഗ് ക്യാറ്റ്സിൽ ഒരാളായ ലെപ്പേഡും നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ വരികയാണ്. വല്ലാത്തൊരു നിമിഷം തന്നെ. നമ്മുടെ വണ്ടിക്കും ഫ്രണ്ടിലവൻ ക്രോസ് ചെയ്യണേ. അയ്യോ, ഓ മോനെ അവിടെ ഇരുന്നു. എത്ര മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജിപ്സിക്ക് തൊട്ടു മുമ്പിലായി കാണുന്ന ജിപ്സിയിലുള്ള ആൾ കെന്നത്ത് ലോറൻസ് ആണ്. പുള്ളി കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് റാണ നേരെ പോയത് തൻ്റെ കില്ലിനടുത്തേക്കാണ്. നീൽഗയ്യയാണ് കേട്ടോ അവൻ കൊന്നിട്ടിരിക്കുന്നത്. ആദ്യം ചെന്നതേ ചെയ്തത് തൻ്റെ ഇരയെ മരത്തിന് മുകളിൽ കയറ്റാനുള്ള ശ്രമമാണ്. പക്ഷേ സാധിച്ചില്ല. നല്ല ഭാരമുണ്ട്. തന്നെക്കാൾ ഇരട്ടി ഭാരമുള്ള കില്ലുമൊക്കെ ആയിട്ട് ഇവർ മരത്തിന് മുകളിൽ കയറിയിരുന്ന് ഫുഡ് കഴിക്കാറാണ് പതിവുള്ളത്. നമ്മൾ ആഫ്രിക്കൻ നാടുകളിലൊക്കെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, പുള്ളിപ്പുലികളുടെയൊക്കെ കില്ല് തട്ടിയെടുക്കാനായിട്ട് വരുന്ന ഹൈന. ആ ഒരു ഹൈന ഇവിടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ സേഫായിട്ട് മരത്തിന് മുകളിൽ ഇരുന്ന് കഴിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. പക്ഷേ ഇത്രയും ഭാരമുള്ള ദീർഘയെ ഇവന് വലിച്ചു കയറ്റാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഇരുന്ന് തന്നെ കഴിക്കാൻ അവൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ.
നമുക്ക് സുപരിചിതമായിട്ടുള്ള കടുവകൾ ഇരയുടെ ബാക്ക് ഭാഗത്തു നിന്നുമാണ് ഭക്ഷിച്ചു തുടങ്ങുന്നതെങ്കിൽ പുലികൾ ഇരയുടെ വയറിൻ്റെ ഭാഗത്തു നിന്നുമാണ് കേട്ടോ ഭക്ഷിച്ചു തുടങ്ങുന്നത്. സെയിം അതുപോലെ തന്നെ ഇതാ നമ്മുടെ റാണയും നീൽഗയുടെ വയറിൻ്റെ ഭാഗത്തു നിന്നാണ് കടിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാടിൻ്റെ ഒരു നേച്ചറാണിത്. ഒന്നിനെ കൊന്നാൽ മാത്രമേ മറ്റൊന്നിന് ഭക്ഷണമാകുകയുള്ളൂ. സോ ഇതൊരു ക്രൂവൽറ്റിയോ ഒന്നുമല്ല. ഇങ്ങനെയുള്ള കാഴ്ചകൾ കാട്ടിൽ സ്ഥിരമായി നടക്കുന്നു. അതൊരിക്കലെങ്കിലും കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനൊരു ഭാഗ്യ നിമിഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എന്നാണേലും ഇനിയൊരു പക്ഷേ ലൈഫിൽ ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബ്ലറോ ഒന്നും കൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കാനും മാക്സിമം ശ്രമിക്കുകയാണ്. ഓഹ് നോക്കി, എക്സ്ട്രീം വൈൽഡ് അല്ലേ. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടതാ ഇങ്ങനൊരു കാഴ്ച നേരിട്ട് കാണുന്നത്. എന്താണേലും ഇന്നിവിടെ യാത്ര ചെയ്തവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് കേട്ടോ. ഓഹ് 2016 ജലാന ലെപ്പേർഡ് സാഞ്ചുറി പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുന്നത്. ജയ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു സഫാരി സെൻ്റർ ഉള്ളത്. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 14 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ജലാനയിലേക്കുള്ള യാത്രാ ദൂരം. തൊട്ടടുത്തായിട്ട് ഹോട്ടലുകളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജലാന ലെപ്പേർഡ് സഫാരിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഒരു ജിപ്സിക്ക് 7000 രൂപയാണ് റേറ്റ് വരുന്നത്. മാക്സിമം 6 പേർക്ക് വരെ യാത്ര ചെയ്യും. ഇനി നിങ്ങൾ ഒരാളാണെങ്കിൽ സിംഗിളായിട്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈവറ്റ് ജിപ്സി അവിടെ അവൈലബിൾ ആയിരിക്കും. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ നേരിട്ട് സഫാരി സെൻറ്ററിന് മുമ്പിലുള്ള ഗേറ്റിൽ ടിക്കറ്റ് ഹാജരാക്കുക. ആ സമയത്ത് നമുക്കുള്ള ജിപ്സി അവർ അലോട്ട് ചെയ്തു തരും. അങ്ങനെ സന്ധ്യയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഫാരി ടൈം കഴിയാറായി. എങ്കിലും ഡ്രൈവർ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ തൊട്ട് പിന്നിലൂടെ ഒരു ഹൈന ഓടിപ്പോയി കേട്ടോ. ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമാണ് കിട്ടിയത്. അതിനപ്പുറം അവൻ കാട്ടി മറിഞ്ഞു. ഇന്ന് രാത്രിയോടെ ഇവർ കൂട്ടമായിട്ട് വന്ന് റാണയുടെ കില്ലിനെ തട്ടിയെടുക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇതൊന്നും അറിയാതെ റാണ തീറ്റ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സമയം ഒരുപാട് മുൻപോട്ട് പോയി. ഇനി നമ്മൾ തിരികെ ഇറങ്ങുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ്. ഇനിയും വീണ്ടും ജലാനയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ പതിയെ റാണയോടും റാണയുടെ കില്ലിനോടും നമ്മളെ കണ്ട എല്ലാ ആനിമൽസിനോടും യാത്ര പറഞ്ഞതാ പതിയെ ഗേറ്റിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ യാത്ര ഇവിടെ തീരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് രന്തംപൂരിലേക്ക് പോകാനുണ്ട്. ഗീറിലെ വീഡിയോസ് കാണാനുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാം പതിയെ പിന്നാലെ വരുന്നതാണ്. കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലെസ് ടീം സൈനിങ് യു.